أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن يوم الفصل كان ميقاتا يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا. صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൻ നബയിലെ 16 ആയത്തുകളാണ് ഇതിനു മുമ്പ് ഓതി വെച്ചത്. അതിനുശേഷമുള്ള 10 ആയത്തുകളാണ് ഇപ്പോൾ ഓതിയിട്ടുള്ളത്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ. ഇന്ന യൗമൽ ഫസ്ലി, തീർച്ചയായും തീരുമാനത്തിൻ്റെ ദിവസം. കാന മീഖാത, അത് സുനിശ്ചിതമായിരിക്കും. യൗമ യുൻഫഖു ഫി സൂരി, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. ഫതഅതൂന, അപ്പോൾ നിങ്ങൾ വരും. അഫ്വാജ, കൂട്ടം കൂട്ടമായിട്ട്. വഫുതിഹത്തി സമാഉ, ആകാശം അന്ന് തുറക്കപ്പെടും. ഫകാനത്ത് അബ്വാബ, അന്ന് അനേകം വാതിലുകൾ ഉണ്ടാവും അതിന്. വസുയിറത്തിൽ ജിബാലു, പർവ്വതങ്ങൾ സ്ഥാനചലനം സംഭവിക്കും. ഫകാനത്ത് സറാബ, അങ്ങനെ അതൊരു മരീചിക ആയിട്ട് മാറും. ഇന്ന ജഹന്നമ, തീർച്ചയായും നരകം. കാനത്ത് മിർസാദ, പതിസ്ഥാനത്ത് തന്നെയുണ്ട്. ലിത്വാഗീന, അതിക്രമകാരികളായ ആളുകൾക്ക്. മആബ, മടങ്ങിച്ചെല്ലാനുള്ള ഇടമായിട്ട്. ലാബിസീന ഫിഹ, അവർ അതിൽ താമസിക്കും. അഹ്കാബ, യുഗങ്ങളോളം. ലാ യദൂഖൂന ഫിഹ, അവർക്കതിൽ രുചി നോക്കാൻ കഴിയുകയില്ല. ബർദൻ, ഒരൽപ്പം തണുപ്പും. വലാ ശറാബ, അല്പം ശുദ്ധജലമോ. ഇല്ലാ ഹമീമൻ, ചുട്ടുപൊള്ളുന്ന വെള്ളമല്ലാതെ. വഗസ്സാഖ, അതുപോലെ തന്നെ ദുർഗന്ധം വമിക്കുന്ന കിടിനീരുമല്ലാതെ. ജസാഅൻ വിഫാഖ, ഉചിതമായ അല്ലെങ്കിൽ യോജിച്ച പ്രതിഫലമായിക്കൊണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേയധികം ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞു തരികയുണ്ടായി. പകലിനെ അള്ളാഹു ജോലി ചെയ്യാൻ പറ്റിയ രൂപത്തിലാക്കി തന്നത്, അതുപോലെ തന്നെ 7 ആകാശങ്ങൾ പണിതത്, അതിൽ സൂര്യനെ വെച്ചത്, മഴമേഘങ്ങളിൽ നിന്ന് മഴ കുത്തിയൊലിച്ച് വരുന്നത്, അതുമൂലം ചെടികളും ധാന്യങ്ങളും ഇടതിങ്ങിയ തോട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത് എല്ലാം പറഞ്ഞ ശേഷം ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാത. യൗമുൽ ഫസ്ല്, തീരുമാനത്തിൻ്റെ ദിവസം. എവിടേക്കാണ് നമ്മളെ സ്ഥിരമായിട്ട് ആക്കേണ്ടത് എന്ന സ്ഥലം നിർണ്ണയിക്കുന്ന ദിവസം. കാന മീഖാത, അത് സുനിശ്ചിതമാണ്, അത് സമയബന്ധിതമാണ്, സമയം നിശ്ചയിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയാണ്, ഇനി ലോകം അവസാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ക്രമത്തിനനുസരിച്ച് നടക്കുന്നുണ്ട്. മഴ പെയ്യിക്കുന്നത്, സൂര്യനെ നിർത്തുന്നത് എല്ലാം അള്ളാഹു പറഞ്ഞ പ്രകാരം തന്നെ നടക്കുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ അവസാനവും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ആ സമയത്ത് അതേ നിമിഷത്തിൽ തന്നെ നടക്കുന്നതാണ്. എന്നിട്ട് പറയുന്നു യൗമ യുൻഫഖു ഫിസ്സൂർ,
കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം. ഇത് രണ്ടാമത്തെ ഊത്തിനെയാണ് കുറിക്കുന്നത്. ഫതൂന അഫ്വാജ, അപ്പം നിങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് വരും. ഓരോരുത്തരുടെയും വരവിനെ സംബന്ധിച്ച് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലായി തന്നിട്ടുണ്ട്. നുണ പറയുന്ന ആളുകൾ കുരങ്ങന്മാരുടെ രൂപത്തിലാണ് എത്തുന്നു, നിഷിദ്ധമായി സമ്പാദിച്ച ആളുകൾ പന്നികളുടെ രൂപത്തിലായിരിക്കുമെന്നും, പലിശ തിന്നുന്ന ആളുകൾ തല കുത്തി നിൽക്കുന്ന അവസ്ഥയിലായിരിക്കുമെന്നും, ഭരണത്തിൽ അനീതി കാണിച്ച ആൾക്കാർ അന്ധരായിട്ട് വരുമെന്നും, മറ്റുള്ളവരെ ദ്രോഹിച്ച ആളുകൾ ബദിരന്മാരും മൂകന്മാരുമായിട്ട് വരുമെന്നും, വാക്കുകൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച ആളുകൾ അതുപോലെ തന്നെ പണ്ഡിത പുരോഹിതന്മാരൊക്കെ നാവ് നീട്ടിയ നിലയിൽ വരുമെന്നും, അതുപോലെ അയൽക്കാരെ ദ്രോഹിച്ച ആളുകൾ കൈകാലുകൾ ഛേദിക്കപ്പെട്ട ആളുകളായിട്ട് വരുമെന്നുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സംബന്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. വഫുതിഹത്തി സമാ, ആകാശം അത് തുറക്കപ്പെടും. ഫകാനത്ത് അബുവാബ, അന്ന് അതിന് ഒരുപാട് വാതിലുകളുണ്ടാവും. ആകാശം പൊട്ടിപ്പിളരുന്നു. ഇൻഷക്ക, ഇംഫത്തറ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വരാൻ പോകുന്ന സൂറത്തുകളിൽ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകാശം പൊട്ടിപ്പിളരും. അതിൽ ധാരാളം വിടവുകളും അഥവാ വാതിലുകളും ഉണ്ടാകും. മലക്കുകൾക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. വസുജീറത്തിൽ ജിബാലും, പർവ്വതങ്ങൾക്കൊക്കെ സ്ഥാനം നഷ്ടപ്പെടും, അവയൊക്കെ ചലിച്ചു തുടങ്ങും. അപ്പോൾ കാനത്ത് സറാബ, അങ്ങനെ അതൊരു മരീചിക പോലെ ആയിത്തീരും. പർവ്വതങ്ങൾ ഉണ്ടായിരുന്ന സ്ഥാനത്തേക്ക് പിന്നെ നോക്കുമ്പോൾ അവിടെ കാണൂല. പർവ്വതം കാണാത്ത വിധത്തിൽ അതൊക്കെ തവിട് പൊടിയായി എല്ലാം അവിടെ നിന്ന് നീങ്ങുന്ന ഒരവസ്ഥ, അവിടെ അതൊന്നും ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകും. പിന്നീട് പറയുന്നു ഇന്ന ജഹന്നമ കാനത്ത് മിർസാദ, നരകം അവിടെ പതിസ്ഥാനത്ത് തന്നെ നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ നേരത്തെ തന്നെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നു. ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ സൂറത്തിനെയും മിർസാദ് എന്ന് പറയുന്നത് സ്ഥലം ആരും കാണാത്ത സ്ഥലമാണെങ്കിലും ഒളിഞ്ഞിരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സ്ഥലമായി അള്ളാഹു അവിടെ വെച്ചിട്ടുള്ളതാണ്. ലിത്താഗീന മആബ, അതിക്രമകാരികളായ ആളുകൾക്ക് അവരുടെ അഭയകേന്ദ്രമായി അഥവാ താമസ സ്ഥലമായി മടങ്ങിച്ചെല്ലാനുള്ള ഇടമായി നരകം അവിടെ തന്നെ ആ പതിസ്ഥാനത്ത് അവിടെ ഉണ്ട്. ലാബിഥീന ഫിഹാ അഹ്ഖാബ, അതിലവർ യുഗങ്ങളോളം താമസിക്കും. ഈ യുഗങ്ങൾ എന്ന് പറയുന്നത്, ഒരു യുഗം എന്ന് പറയുന്നത് 80 വർഷമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, 100 വർഷമാണെന്ന് പറഞ്ഞ ആളുകളുണ്ട്, 70,000 വർഷമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നിലവിലുണ്ട്. ഏതായാലും ഇത്രയും നരകം ഒരു കാലത്തും നമ്മിൽ നിന്ന് നീങ്ങാത്ത വിധത്തിൽ, നരകവാസികളെ സംബന്ധിച്ചിടത്തോളം നരകം അവരിൽ നിന്ന് ഒരിക്കലും നീങ്ങിപ്പോകാത്ത അവസ്ഥയിൽ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നർത്ഥം. ആ എത്ര കാലം എന്നൊന്നും പറയാൻ പറ്റാത്ത അത്രയും കാലം ആ നരകത്തിൽ തന്നെ ഈ ആളുകൾ കഴിയേണ്ടി വരുമെന്നുള്ളതാണ്. ഒരു ദിവസം പരലോകത്ത് കാനമിഖതാറുഹു അൽഫസനത്തിൻ മിമ്മാ തഅഉദൂൻ, നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന 1000 കൊല്ലത്തിന് തുല്യമാണ്. 1000 കൊല്ലത്തിന് തുല്യമാകുന്ന ഒരു ദിവസം അടങ്ങിയിട്ടുള്ള 365 ദിവസങ്ങളുള്ള ഒരു വർഷം. ആ 365 വർഷം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ട് 80 കൊല്ലം കൂടുന്ന ഒരു യുഗം. അങ്ങനത്തെ അനേകായിരം അഹ്ഖാബ്, യുഗങ്ങളോളം ആ നരകത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിൽ താമസിക്കുന്നതിന് കയ്യും കണക്കുമില്ല എന്നർത്ഥം. ആ നരകത്തിന്റെ അവസ്ഥ എന്താ? ലാ യദൂഖൂന ഫിഹാ ബർദം വലാ ശറാബ, ഒരല്പം തണുപ്പ് കിട്ടിയാൽ തിരക്കടില്ല എന്ന് തോന്നുമ്പോൾ ആ തണുപ്പ് രുചി നോക്കാൻ കൂടി അവിടെ കിട്ടില്ല. അതേപോലെ ഒരല്പം വെള്ളം, തെളിനീര് ലഭിക്കേണ്ടിയിരുന്നു എന്ന് കരുതിയിട്ട് കാര്യമില്ല, അവിടെ നിന്ന് അത് കിട്ടില്ല. അതുപോലും നരകവാസികൾക്ക് നിഷിദ്ധമായിരിക്കും എന്നർത്ഥം. അവിടെ കിട്ടുക ഇല്ല ഹമീമൻ വസാഖ, ചുട്ടുകൊള്ളുന്ന വസാഖ, ദുർഗന്ധം വമിക്കുന്ന ആ തരത്തിലുള്ളൊരു വെള്ളം, അത് മാത്രമായിരിക്കും അവിടെ ലഭിക്കുക. എന്താ കാരണം? ജസാഅൻ ബിഫാഖ, അവരിവിടെ പ്രവർത്തിച്ച കാരണങ്ങൾക്ക് അനുയോജ്യമായ പ്രതിഫലം. ഇവിടെ അള്ളാഹുവിലേക്ക് തിരിയാൻ പറയുമ്പോൾ നേരെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞ ആളുകൾ, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് നടന്ന ആളുകൾ, വിശ്വാസികളായ ആളുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തിരിഞ്ഞു നോക്കാത്ത ആളുകൾ, പരസ്പര മര്യാദകൾ പുലർത്താത്ത ആളുകൾ, നന്മയുടെ ഭാഗത്തേക്ക് ചേർന്ന് നിൽക്കാൻ പറഞ്ഞാൽ നേരെ എതിർഭാഗത്തേക്ക് നടന്നിരുന്ന ആളുകൾ, അവർക്കതല്ലാതെ വേറെ ശിക്ഷ അള്ളാഹു നൽകുകയില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ഈ ജീവനുള്ള ആരോഗ്യമുള്ള ഈ ഘട്ടത്തിൽ നമ്മളെ നന്മയുടെ പക്ഷത്ത് പിടിച്ചു നിർത്തുകയും തിന്മയ്ക്കെതിരെ അടരാടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുക. സർവശക്തനായ അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പടച്ച തമ്പുരാനെ ഞങ്ങളെ ഇതിൽ നിന്ന് വ്യതിചലിപ്പിക്കാത്ത രൂപത്തിൽ ഈ പാതയിൽ അഥവാ സത്യത്തിൻ്റെ പാതയിൽ നിലനിർത്തണേ എന്ന് നിരന്തരമായിട്ട് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുക. പ്രഭു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സത്യത്തിൻ്റെ മാർഗത്തിൽ നിലനിർത്തുകയും
അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എല്ലാ ത്യാഗവും സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.